മുത്തുച്ചിപ്പി പോലൊരു എന്നുള്ള പാട്ടില്ലേ, അതിനകത്തൊരു വണ്ടർഫുൾ സിമിലി തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ലവേഴ്സിന്റെ കോൺവെർസേഷൻ ചിപ്പിക്കകത്തെ മുത്തിനെ പോലെ പ്രഷ്യസ് ആണ് എന്നാണ് ഉപമിച്ചേക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ, ഇപ്പം പറഞ്ഞല്ലോ വേർഡ്സിനെ പറ്റി അങ്ങനെ വലിയ ധാരണയില്ല, കോണ്ടന്റ് ഇല്ല, അങ്ങനെ ഒരാൾക്ക് എങ്ങനെ അങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് ഞാനിങ്ങനെ വണ്ടർ ചെയ്യാണ്. അത് പ്രോബബ്ലി അതും മനഃപൂർവ്വമല്ല. ഇപ്പൊ ഇതുപോലെ ഒരു നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ശരത് സാർ അല്ലേ ലിറിക്സ് എഴുതുന്നത്, വയലാ ശരത് സാർ ഇരുന്നിട്ട് മുത്തുച്ചിപ്പി ഭയങ്കരമായിട്ട് കാവ്യാത്മകമായിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ പാട്ടിന് ഇങ്ങനെയും പറയാല്ലേ, ഞാനത് അങ്ങനെ ഒന്നും എഴുതിയതല്ല. സോ ഞാൻ ആ ട്യൂണിൽ നമുക്ക് ഡമ്മി തരുമ്പോ തന്ന അപ്പൊ എനിക്ക് ആ സൗണ്ടിങ് ആണ് അപ്പൊ അവിടെ എന്ത് വാക്ക് വരും. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചാണ് മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു വാക്ക്. അവിടെ നിന്നാണ് പിന്നെ എനിക്കൊരു ഓക്കെ ഈ സിറ്റുവേഷനായിട്ട് പിന്നെ ഞാൻ കണക്ട് ചെയ്ത് പിന്നെ അവിടെ നിന്നൊരു ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. അല്ലാതെ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് മുത്തുച്ചിപ്പി എഴുതിയിട്ട് അത് ട്യൂണിന് അങ്ങനെയല്ല. അപ്പൊ അതൊരു ശരിക്കും ഭയങ്കര പോയറ്റിക് പ്രോസസ് അല്ല. മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്ത് എന്തോ ഒരു മാജിക്കുമായിട്ട് വരുമ്പോൾ ഒരു വാക്ക് എവിടെന്നെങ്കിലും എനിക്ക് കിട്ടും. അത് സൗണ്ടിങ് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ കേൾക്കും. അപ്പൊ അങ്ങനെ ഒരു സൗണ്ടിങ് വരുമ്പോൾ പിന്നെ അത് വെച്ചിട്ട് ബാക്കി കണക്ട് ചെയ്തിട്ട് അതിനെ ഒരു സ്റ്റോറി ആക്കി എടുക്കാൻ, ഒരു ഇമേജ് ആക്കി എടുക്കാൻ നോക്കുക ചെയ്യാറുള്ളത്. അങ്ങനെയാണ് മുത്തുച്ചിപ്പി പോലൊരു കത്ത്. അപ്പൊ അവര് കത്ത് ഒളിച്ചിട്ടൊക്കെ അല്ലേ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയല്ലേ. അപ്പൊ മുത്തുച്ചിപ്പി കറക്റ്റ് ആയിട്ട് എനിക്ക് ആ വാക്ക് അവിടെ സെറ്റ് ആവും തോന്നിയപ്പോഴത്തേക്കിനും അതിന്ന് അവിടുന്ന് അവരുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് ബാക്കി അങ്ങ് എഴുതിയത്. അപ്പൊ വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞ ഒരു കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ചില്ല. സ്റ്റെൻസിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഇവര് കത്തുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആൾക്കാരുടെ ഇടയിൽ ഒളിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് മുത്തുച്ചിപ്പി ഹിഡൻ അല്ലേ. പക്ഷെ അത് ഭയങ്കര പ്രഷ്യസ്. അപ്പൊ അങ്ങനെ ഇതിൽ കമ്പയർ ചെയ്യാൻ പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുത്തുച്ചിപ്പി എഴുതി.